വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരും മഴയാണ് കേട്ടോ. ഒരാഴ്ചയായി മഴ നിൽക്കാണ്ട് പെയ്യണു. കറണ്ടും ഇല്ല. പിന്നെ ഇപ്പം എത്ര വെച്ചിട്ട് ഞാൻ കറണ്ട് തന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല കേട്ടോ. കറണ്ട് എപ്പോഴാണ് വരാമെന്നൊരു ഐഡിയ ഇല്ല. അത് കാരണം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അതാ ബുദ്ധിയാണ്. പിന്നെ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അവസ്ഥ അറിയാമല്ലോ. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം രാവിലെ ഒരുവിധ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുളിയും തിരുമ്പലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മളിപ്പോൾ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ചോറായിട്ടോ. ഞാൻ കറണ്ട് വരും വെച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. അത് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. കുഞ്ഞു വ്ളോഗായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. നിങ്ങളിവിടെയൊക്കെ മഴ ഉണ്ട്, എല്ലാവരും സേഫായിട്ട് ഇരിക്കണം കേട്ടോ. നമ്മളിവിടെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പയറുപ്പേരി ഉണ്ട്, എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്യാം. ഉണക്കമീനുണ്ട് കേട്ടോ, സ്രാവ്. ഇത് ഞാൻ വെള്ളത്തിൽ കുളിക്കുന്നതിന് മുന്നേ ഇട്ടു. ഇനി നമുക്ക് പയറ് നുറുക്കിയിട്ട് കപ്പയിൽ തന്നെ ഫുഡ് വെക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. കറണ്ടിനെ കാണുന്ന ഒരു മട്ടും കാണാനില്ല. സ്വതവേ ഇവിടെ കാറ്റടിച്ചാൽ കറണ്ട് പോണ ഒരു സ്ഥലമാണ്. മിക്കത് എല്ലായിടത്തും അങ്ങനെ തന്നെയോ, ഇവിടെ പ്രത്യേകിച്ചു ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചുമാണ്. അപ്പം അത് കാരണം വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കണേനും കുഴപ്പമൊന്നുമില്ല. ഇത് വരിക പോവായിട്ടേ. പയർ ഇവിടെ നോക്കാം കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് ചെയ്യും. ഇങ്ങനെ കുരുന്നനെ അരിഞ്ഞിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വേഗം അരിഞ്ഞ് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എമർജൻസി കത്തിച്ചിട്ടെങ്കിലൊക്കെ വീഡിയോ എടുക്കാം. ഇനിയിപ്പോൾ ഈ മഴക്കാലമായ അതൊക്കെ തന്നെയാവും എല്ലാവരുടെ പ്രശ്നം. കറണ്ട് വരുന്നത് നോക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. എങ്ങാനും ഈ എമർജൻസി ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണിയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മൊത്തത്തിൽ ഈ വീടൊരു ഇരുട്ടാണ് കേട്ടോ. റൂം ആയിക്കോട്ടെ, കിച്ചണൊക്കെ ആയിക്കോട്ടെ, അടച്ചു പൂട്ടിയ പോലെ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വെളിച്ചങ്ങൾ കാര്യമായിട്ട് ഇതിനകത്തേക്ക് വരില്ല. പിന്നെ ഈ ഇരുട്ടടച്ച് മൂടി പിടിച്ച് നിൽക്കുമ്പോൾ ഒന്നാമത് ഒന്നും കൂടെ ഇരുട്ടാവില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പം നമ്മുടെ പയറൊക്കെ അരിഞ്ഞ് പെറുക്കി കുറച്ചധികം ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂജിട്ടാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരുന്നതും എമർജൻസി പിടിക്കണതൊക്കെ കേട്ടോ. ഈ വെളിച്ചത്തിൽ നമുക്ക് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വീഡിയോ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ മഴക്കാലം മൊത്തം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു തത്രപ്പാട്. അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും കേട്ടോ. കറണ്ടിന് ഇത് വല്ലതും അറിയണോ? വേണ്ട. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മുളക് വറുത്ത പുളിയും പയറുപ്പേരിയും സ്രാവ് വറുത്തതും കൂടെയാണ് കേട്ടോ. സൂപ്പർ കോമ്പിനേഷനാണ്. ഈ ഒരു മുളക് വറുത്ത പുളിയുടെ കൂടെ ഉണക്കമീനാണ് കേട്ടോ. സൂപ്പർ അടിപൊളി. എൻ്റെ അമ്മയുടെയൊക്കെ പാലക്കാട് അവിടെ ഒറ്റപ്പാലം ഭാഗത്തൊക്കെ ഈ ഒരു മുളക് വറുത്ത പുളി ഫേമസ് എന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടാക്കണ കറിയാണ്. ഞങ്ങൾ അമ്മ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ കറി കഴിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു മലപ്പുറത്തുകാർക്കൊന്നും ഈ കറി വലിയ ഇപ്പം കറിയായിരിക്കും, മുന്നേ ഒന്നും അറിയില്ല കേട്ടോ. ഇത് എന്ത് കറിയാണ്, കഷ്ണമൊന്നും ഇല്ലാണ്ടേ എന്ന് ചോദിച്ചിരുന്നു മുന്നേക്കെ എല്ലാവരും. അപ്പോൾ ഇതാ നമ്മൾ മുളക് വറുത്ത പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതാ വെളുത്തുള്ളിയും ചെറുള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചത് കുറച്ചധികം ഇട്ടിട്ട് അതങ്ങോട്ട് മൂപ്പിക്കുക. വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി നിർബന്ധമൊന്നുമില്ല, ഞാൻ കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അതൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. വാളംപുളിയാണേ, പിഴിപ്പുളി എന്ന് പറയില്ല അത്. അപ്പോൾ അത് നമ്മുടെ പാകത്തിന് പുളിക്കും ഗ്രേവി എന്ന് വെച്ചാൽ ചാറിനും അനുസരിച്ചുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്ക് 2 നേരത്തിനും കൂടെ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഒഴിച്ചിട്ട് ചോറിൽ കഴിക്കണമാണ് കേട്ടോ രസം. നമ്മുടെ രസം കൂട്ടി കഴിക്കില്ലേ അതുപോലെ ചാറ് കുറച്ച് അധികം ഒഴിക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 നേരത്തേക്കും കൂടെ ഉള്ളതാ ഇത് കറക്റ്റ് ആയിരിക്കും. ഇതിലേക്കുള്ള പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ആ പുളി അങ്ങോട്ട് വേവാൻ വേണ്ടിയിട്ട് തിളച്ച് മറിഞ്ഞിട്ട് പുളി വേവണം. അതിൻ്റെ സ്മെല്ലിൽ നമുക്ക് അറിയാൻ പറ്റും പുളി വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് അടച്ച് വയ്ക്കുക. അപ്പുറത്ത് നമുക്ക് പയറുപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിലേക്ക് ഉള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. 2-3 പച്ചമുളകും വേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് പയർ അങ്ങോട്ട് തട്ടി കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ആ ഒരു എണ്ണയിൽ കടന്നിട്ട് അതിങ്ങനെ മൂക്കണം. അതാണ് കേട്ടോ പയർ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ലേ, സംഭവം അത് തന്നെയാണ്. നമുക്കിവിടെ എല്ലാവർക്കും ഒരു ഉപ്പേരി എന്നുള്ളൂ. നമുക്ക് മെഴുക്ക് വരട്ടിയും അതും ഇതൊന്നുമില്ല കേട്ടോ. കുത്തി കാച്ചിയും വറുത്തിട്ടേ ഉപ്പേരി അത്രേ. അപ്പോൾ ഇതാ അതൊക്കെ അടച്ച് വെച്ചിട്ട് അതങ്ങോട്ട് വേവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്രാവിൽ ഉപ്പും മുളകൊക്കെ അങ്ങോട്ട് പുരട്ടാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തു. കുറച്ചധികം ചെറുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഈ ഒരു ചെറുള്ളിൻ്റെ ടേസ്റ്റാണ് ഈ ഉണക്കമീനിലേക്ക് സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഉണക്കമീൻ വറുക്കുകയാണെങ്കിലും ഇങ്ങനെ ചെറിയ ഉള്ളി കുറച്ചധികം ചതച്ചിടുവേ. അതൊക്കെ പുരട്ടി വെച്ചപ്പോഴേക്കും നമ്മുടെ മുളക് വറുത്തപ്പുളി അങ്ങോട്ട് സെറ്റായി. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെക്കാം കേട്ടോ.
അപ്പോൾ ഉപ്പേരിയും സെറ്റായി. അപ്പം ഇനി ആ ഒരു പാനലിൽ തന്നെ നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ കറണ്ട് ഇല്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടോയെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഉള്ള ഒരു ഇതിലൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു മഴക്കാലം കഴിയോളം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ, ക്ഷമിക്കണം എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ കേട്ടോ. അല്ലാതെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ആ പാനിലെല്ലാം എണ്ണ ഒഴിച്ചിട്ട് സ്രാവ് വറുക്കാൻ വേണ്ടിയിട്ട് സ്രാവൊക്കെ പെറുക്കി ഇട്ട് കൊടുത്തു. അതിൻ്റെ അതിലെ ഒരു ഉള്ളിയില്ലേ ചതച്ചിട്ട് അതൊട്ടും കളയരുത്, അതൊക്കെ അതിലേക്ക് പെറുക്കിയിടണേ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ടിട്ട് നമുക്ക് ഇരിക്കണ 2 പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ അവിടെ ഇങ്ങോട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തികേടാവില്ല. ഈ മഴക്കാലമായ സ്വതവേ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് എത്രയാണെങ്കിലും വൃത്തിയെന്ന് തോന്നില്ല. ചുറ്റുപാടായിക്കോട്ടെ ഉള്ളിലായിക്കോട്ടെ. ഇവിടെയാണെങ്കിൽ ഞാൻ പറയാറില്ലേ, ചോർന്ന് ഒലിച്ചിട്ടൊരു ശരണമില്ല കേട്ടോ. അപ്പോൾ ഒരു തലകിന്ന് ഇങ്ങനെ മോപ്പോണ്ട് തുടച്ച് വൃത്തിയാക്കുകയും വേണം. പിന്നെ ഈ നിലത്തുനിന്ന് ഇങ്ങനെ വെള്ളം കിനിയും, സ്വതവേ മൊത്തം നിലം നനഞ്ഞുകൊണ്ടാണ്. അത് കാരണം നല്ലോണം കാലുവേദനയും ബാക്ക് പെയിനോ. ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യണോണ്ടേ നമുക്ക് മോട്ടറല്ല, നമ്മൾ അടിക്കാല് വെച്ചിട്ട് ചവിട്ടിയിട്ട് അങ്ങനെയാണ് മോട്ടർ. ഞാൻ പറഞ്ഞില്ല ഇനി വാങ്ങിയിട്ട് വേണം എന്നുള്ളത്. അപ്പം അതും ഈ ഒരു നിലത്തുള്ള നൃത്തമൊക്കെ കൂടെ ആയിട്ട് എൻ്റെ കാലിൻ്റെ ഊരുടെയൊക്കെ പരിപ്പ് ഇളകി കിടക്കുകയാണ് കേട്ടോ. അപ്പോഴുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പൂജിട്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ ഈ ചോർന്ന സ്ഥലങ്ങൾ മിക്കതും തുടങ്ങിയത് പൂജിട്ടിയാണേ. പിന്നെ ഈ ഉണക്കമേലിലേക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഈ മുളകില്ലേ, പച്ചമുളക് കീറിയിട്ടിട്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് വറുത്ത് മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉപ്പും മുളകൊക്കെ അതിൽ പിടിക്കും. അപ്പോൾ അതും കൂടെ 2-3 കയറിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉണക്കമീനും സെറ്റായി കേട്ടോ. ഇനി ഞാനും അമ്മയും കൂടെ വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, എനിക്കും അമ്മയ്ക്കും ഇങ്ങനത്തെ കറികളും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മുടെ പിള്ളേർക്ക് ഉണക്കമീനോട് വലിയ താല്പര്യം പൂജിട്ടിക്കില്ല, കണ്ണൻകുട്ടിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് അടിപൊളിയായിട്ട് ഇന്നാണ് ഫുഡ് കഴിച്ചത്. ഈ ഉണക്കമീനും മുളക് വറുത്തപ്പുളിയും പയറുപ്പേരിയും ആ മുളക് വറുത്തതും ഒക്കെ കൂടെ കൂട്ടിയിട്ട് സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, കറണ്ട് വന്നും പോയിട്ടും അങ്ങനെയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ചൊരു പൊടിക്ക് ചാർജ് ആയപ്പോൾ ഞാൻ നമ്മുടെ ഉമ്മറത്തൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വൃത്തിയായിട്ട് അങ്ങോട്ട് അടിച്ച് ഇട്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഈ ചാറ്റൽ മഴയുടെ അതും പൊടിയോളല്ല ഈ തുപ്പില്ലേ, തുപ്പിച്ച എന്താ ഇപ്പോൾ പറയുക, ഇലകളുടെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ആയിട്ട് വൃത്തിയേടായി കിടന്നായിരുന്നു. അതൊക്കെ വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ഇനി നമുക്ക് അപ്പോഴേക്കും വൈകുന്നേരം ആയിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ദൈവം സഹായിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ വീഡിയോ എടുത്ത് എഡിറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്തിൽ ഒന്ന് ശ്വാസം വിടാൻ നേരമില്ലാണ്ട് ഞാൻ മെഷീൻ്റെ മേലെ കയറിയിരിക്കും. നമുക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കണമല്ലോ, ഇനിയിപ്പോൾ അധികമില്ലല്ലോ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അതും നടക്കുന്നുണ്ട്, ഇതും നടക്കുന്നുണ്ട്, എല്ലാം കൂടെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു തലയ്ക്കുന്ന പനിയുണ്ട്, ചിലവർക്ക് ജലദോഷമുണ്ട്, തലവേദന ഉണ്ട്. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ശരണം ഉണ്ടാവില്ല. അന്നാൾ പോയപ്പോൾ തന്നെ ക്യൂ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഴയത്തൊക്കെ ഇറങ്ങി കളിക്കാണ്ട് നോക്കണം കേട്ടോ. അതുപോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക. തുടർച്ചയായിട്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ വലിയ പേടിയാണ്. പുറത്തിറങ്ങുമ്പോൾ ലൈൻ കമ്പി പൊട്ടി വീണിട്ടുണ്ടോ ഒക്കെ ശ്രദ്ധിച്ചിട്ട് പോകണം കേട്ടോ. ഞങ്ങളുടെ പിള്ളേരോടൊരു 100 പ്രാവശ്യം പുറത്തിറങ്ങുമ്പോൾ പറയും, കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ഇതന്നെയല്ലേ പറയണമെന്ന് തോന്നിയിട്ട്. പക്ഷെ അതല്ല കേട്ടോ, നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം. അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മ നാളെ പോവേ. പിള്ളേരൊക്കെ വരും. പിള്ളേർ വെച്ചാൽ ഏട്ടനും അനിയനൊക്കെ നാളെ എത്തും, എടുത്തുമ്മ എത്തും. അപ്പോൾ അമ്മ നാളെ പോകുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 3 ദിവസം ഇവിടെ ഉണ്ടായിട്ട് അമ്മ പോവാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് ഇങ്ങനെ മൊത്തത്തിൽ കേട്ടോ. പൂജിട്ടി മേല് കഴുകിയിട്ട് അവൾ വിളക്ക് വെക്കാമെന്ന് പറഞ്ഞു. ഒന്ന് ഓക്കെ എന്ന് അവൾ വിളക്ക് വെച്ചോട്ടെ, കുറച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മേല് കഴുകാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടി കളി കഴിഞ്ഞ് വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.